മഴ ശമിച്ച 24 മണിക്കൂർ പിന്നിടുമ്പോഴും വെള്ളക്കെട്ട് ദുരിതമൊഴിയുന്നില്ല. ദുബൈ, ഷാർജ, അജ്മാൻ തുടങ്ങി പല എമിറേറ്റുകളിലും താമസ മേഖലകൾ വെള്ളക്കെട്ടിലാണ്. ചില മേഖലകളിൽ വെള്ളവും വൈദ്യുതിയും മുടങ്ങിയിട്ടുണ്ട്. ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ടായതിനാൽ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിരവധി കുടുംബങ്ങളുണ്ട്. ജോലിസ്ഥലത്ത് വെള്ളം കയറി തൊഴിൽ മുടങ്ങിയവരും നിരവധിയാണ്. ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇയിലെ കഴിഞ്ഞ ദിവസത്തെ പേമാരിയിൽ ഇനിയും വെള്ളമൊഴിഞ്ഞു പോയിട്ടില്ലാത്ത ഷാർജയിലെ വ്യവസായ മേഖല 4-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി മലയാളികളുടെ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. നിരവധി മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മലയാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ് ഇപ്പോഴും ഉള്ളത്. എന്താ പേര്? എൻ്റെ പേര് ഉസ്മാൻ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാണ് സാർ. എന്തായിരുന്നു ഇവിടുത്തെ ഇതുവരെയുള്ള അവസ്ഥ? ഇവിടെ വളരെയധികം പ്രയാസത്തിലാണ്. 3 ദിവസമായി കട തുറക്കാത്തത്. കടയിൽക്കൊക്കെ വെള്ളം കയറി. കടയിൽ മൊത്തം വെള്ളം കയറിയിരുന്നു. നമ്മൾ ഇപ്പോൾ വൃത്തിയാക്കിയതാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു തടവെച്ച് ആണ് തടഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് മധ്യത്തിൽ തുറന്നതാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തുറന്നത്. ഈ ഇവിടെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടാനോ വെള്ളം കിട്ടാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. കാരണം കറണ്ടില്ല, വെള്ളമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. വെള്ളം ഇവിടെ ഒന്നും പോകാനുള്ളൊരു വഴികളൊന്നുമില്ല. മുനിസിപ്പാലിറ്റി ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാലേ ഇത് നീക്കം ചെയ്യാൻ പറ്റും. ഇത് എത്രമാത്രം വെള്ളം ഇവിടെ ഉയർന്നിരുന്നു? ഏകദേശം ഒരാളെ ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ചുമര് പിടിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കുഴികളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല. ചിലപ്പോഴേ താഴത്തേക്ക് അങ്ങ് പോകും. മലയാളികൾ നടത്തുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. സാധനങ്ങൾ നിറയെ വെള്ളം കയറി നാശമായതായിട്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ये बारिश के कारण पानी अंदर शोरूम में पूरा बहुत ज़्यादा वाटर आ गया. बहुत नुकसान हो गया यानी कि हमारा. कितना माल का कितना दिरहम का माल है? काफ़ी है ये तो. मान के चलो 1 मिलियन तक का जी. എന്താ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ 4-ലേക്ക് ഒരു അവസ്ഥ? വളരെ പരിതാപകരമാണ്. വെള്ളമില്ല, റൂമിൽ വെള്ളമില്ല. കമ്പനി അടച്ചിട്ടിട്ടുണ്ട്. 3 ദിവസമായി അടച്ചിട്ടിട്ട്. ഇത് ബേക്കറിയാണ്? ഇത് ബേക്കറിയാണ്. ഇവിടെ ഇതിനകത്ത് വെള്ളം കയറിയിട്ടുള്ള നാശമുണ്ടോ? അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, നാശം അങ്ങനെയില്ല. ഈ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നശിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ഇല്ല, എക്സ്ട്രാ വെച്ചിരുന്നത് മാത്രം പോയതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതായത് കുടിക്കാനുള്ള വെള്ളം എത്തുന്നില്ല. നല്ല വെള്ളമില്ല, പൈപ്പെല്ലാം ബന്ധാ. 3 ദിവസമായിട്ട് ഈ അവസ്ഥയിലാണ്. 3 ദിവസമായിട്ട് ഇവിടെ വെള്ളം താണില്ല. ഇതേ അവസ്ഥയാണ്. ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ, ഇവിടെ കൂടുതൽ മലയാളികൾ താമസമുണ്ടോ? മലയാളികളുണ്ട്, ബംഗാളിയുണ്ട്, പാകിസ്ഥാനികളുണ്ട്. എല്ലാവരും ഇല്ല. വെള്ളം കൊണ്ടുവരാനും കുടിക്കാനുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ പ്രധാന ബുദ്ധിമുട്ട് എന്താ? ഈ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ 3 ദിവസമായില്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇവിടെ ഈ ഭാഗം ഒക്കെ മോശം തന്നെ. ഇവിടെ വെള്ളം വണ്ടി നിറങ്ങാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ്. നാളെ എന്താവും അറിയില്ല. അങ്ങനെ വെള്ളം കയറി നിൽക്കല്ലേ. മൊത്തം കമ്പിൻ്റെ അകത്തും വെള്ളം കയറി. മൊത്തം ഇപ്പോൾ 2 ദിവസം മുടക്കി. ഇപ്പോൾ അതാണ് വെള്ളമാണ് ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലേ? വെള്ളമാണ് ഇവിടുത്തെ പ്രശ്നം. വെള്ളക്കെട്ട്. ഫുഡ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ വെച്ച് കഴിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു മഴ കണ്ടിട്ടില്ല, ഇത്ര വെള്ളം കണ്ടിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായി റൂട്ട് മുടങ്ങി കിടക്കുകയാണ്. കമ്പനിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ്. കമ്പനി മൊത്തം മന്തായി കിടക്കുകയാണ്. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. അവരെ മുന്നിലൊന്നും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് വെള്ളമില്ല എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷേ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വിട്ടെടുത്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതാണ് അവസ്ഥ. പിന്നെ ബാത്റൂമിലാണ് വെള്ളമില്ല. ജനജീവിതം മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഇത്രയും വെള്ളത്തിൻ്റെ ഇത് താണ്ടിയിട്ടാണ് സൈക്കിൾമേൽ ഭക്ഷണം കൊടുക്കുന്നത്. അതും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിലാവും. പിന്നെ വെള്ളം ബേക്കറിയിൽ വന്നിട്ട് ഇങ്ങനെ ബക്കറ്റിലും ഇതിലൊക്കെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് അവസ്ഥ.
ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 42 വർഷമായി, 17 വയസ്സിൽ വന്നതാണ്. ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു മഴ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഴയത്ത് ഈ ഭാഗത്ത് വെള്ളം കയറുന്ന പതിവും ഇല്ല. മഴ പെയ്യലുണ്ട്, വെള്ളം കയറലുണ്ട്. കഴിഞ്ഞ മഴക്കും വെള്ളം കയറിയിട്ടുണ്ട്. അന്നും പിന്നെ ഈ വർഷത്തിലാണ് ഇത്രയും മഴ വന്നിട്ടുള്ളത്. വെള്ളം പൊങ്ങി കണ്ടില്ലേ, നമുക്കിപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പണിക്ക് 3 ദിവസമായി ലീവ്. എന്താണ് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ബേക്കറിയിൽ 3 ദിവസമായി ഫുള്ള് വെള്ളമാണ്. അപ്പം 3 ദിവസമായിട്ട് ഇപ്പോൾ ഓഫാണ് നമ്മളിവിടെ സ്റ്റാഫുണ്ട്, 100 സ്റ്റാഫുണ്ട്. ഏകദേശം എത്ര ആളുകൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും, മലയാളികളൊക്കെ ആയിട്ട്? മലയാളികളാണ് ഇവിടെ ഇഷ്ടംപോലെ ഉള്ളത് തന്നെ. പിന്നെ കുറേ ബംഗാളികളുണ്ട്, കൂടുതലും മലയാളികളാണ്. റൂമിലിരിക്കുന്നത് താഴെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ തന്നെ. ബാക്കിക്കകത്ത് മൊത്തം എന്ന് വെച്ചാൽ വെള്ളമായതുകൊണ്ട് നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല. ജോലി ചെയ്യാത്തൊരു ബുദ്ധിമുട്ട് വെച്ചാൽ വെറുതെ ഇരിക്കല്ല, ആ ഒരു പ്രോബ്ലം. ഷാർജയിലെ ചെറിയൊരു ഭാഗത്തെ കാഴ്ചകൾ മാത്രമാണിത്. ഇതിനപ്പുറത്ത് വലിയ താമസ മേഖലകളുണ്ട്. അവിടെയും വെള്ളം ഇപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടുള്ള പ്രവേശനം പോലും പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള തൊഴിലാളികളും മലയാളികളായ മറ്റ് പ്രവാസികളും. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.